വാടനാംകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. നാടിന്റെ വെളിച്ചമായി മാറാൻ ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വിദ്യാഭ്യാസ പ്രതിനിധികളെ അനുമോദിക്കലും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വാരണാസി ആരബി കലാസമിതിയുടെ 52ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 33ാം വാർഷികവും വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. നാടൊന്നാകെ കൈകോർത്തപ്പോൾ വാർഷികാഘോഷം ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ വെളിച്ചമായി മാറാൻ ആരബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഈ പ്രദേശത്തിന്റെ അറിവിന്റെ വെളിച്ചമായിക്കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള ഭിന്നതയ്ക്കും അപ്പുറത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായിക്കൊണ്ട് ആരബി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 2 തവണ MLA ഫണ്ടിൽ ഈ വായനശാലക്ക് പുസ്തകം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യവും നിയമസഭയുടെ പുസ്തക ഫെസ്റ്റിവൽ നടന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വായനശാലകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതില് അല്ലേ ഈ വായനശാല ഉണ്ടല്ലോ ഉണ്ട്. അപ്പൊ നമ്മുടെ വായനശാലയിൽ ഇനിയും ഗ്രേഡ് പുസ്തകങ്ങൾ കൂടുമ്പോൾ ഗ്രേഡ് കൂടും. അതിനനുസരിച്ച് വായനശാലക്കുള്ള മറ്റു വരവുകളും കൂടും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പുസ്തകങ്ങൾ കൂടി MLA ഫണ്ടിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വർഷം നടക്കും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഇതുപോലൊരു വാർഷിക പരിപാടിയിൽ വന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഫണ്ട് വേണം എന്നുള്ളത്. ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ മികവിന്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ചെലവഴിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ആരബിയുടെ വളർച്ച ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് രാമകൃഷ്ണൻ സൂചിപ്പിച്ചു. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഔചിത്യം എന്നത് സമയത്തെ കണ്ടറിയുക എന്നുള്ളതാണ്. ഇനിയും ഈ നാട്ടിലെ കൊച്ചുമക്കളുടെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ബാക്കിയിരിക്കെ ഞാനിവിടെ 6:30-ക്ക് എത്തിയതാണ്. ഇപ്പോൾ സമയം 9 മണിയാവുന്നു. അപ്പം ഇനി അധികം പ്രസംഗിക്കേണ്ടതില്ല. കാരണം ആരബി എന്ന ഗ്രന്ഥശാലയെയും കലാസമിതിയെയും നെഞ്ചിലേറ്റിയ നിങ്ങളോട് ഞാനിനി ഈ കലാസ്ഥാപനത്തെക്കുറിച്ച് ഈ പൊതുസ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യകതയില്ല എന്നറിയാം. വിദ്യാഭ്യാസ പ്രതിഭകളെ K. ജനാർദ്ദനൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ പ്രതിഭകളെയാണ് അനുമോദിച്ചത്. ആരബി കലാസമിതി സെക്രട്ടറി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാർഡ് മെമ്പർ CK ജുനൈദ്, ആരബി കലാസമിതി പ്രസിഡന്റ് V. രമേശ്, ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ, കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായ ഡാനിയൽ എൽദോ, സത്യനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ.